ഹലോ ഗായ്സ്, വെൽക്കം ടു എക്സ് ആൻഡ് വൈ USS. അപ്പം നമ്മൾ USSന്റെ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആണ് നമ്മൾ ടുവേർഡ്സ് 100-fold yield എന്ന് പറയുന്ന ബേസിക് സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഇനി വരാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ USSുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കണ്ടൻസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ യൂട്യൂബ് ചാനലിൽ വരുന്ന കണ്ടൻസിൻ്റെയൊക്കെ ഫുൾ അപ്ഡേറ്റ്സ് കിട്ടാനായിട്ട് നമ്മളൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ ജോയിൻ ചെയ്യിപ്പിക്കുക. നിങ്ങളും എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അതിന് താഴെയുള്ള ലിങ്ക് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്തിട്ട് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ രജിസ്റ്റർ ചെയ്തിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. സോ ആ കാര്യം നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടുവേർഡ്സ് 100-fold yield അല്ലെങ്കിൽ വിളയിക്കാൻ 100 മീനി എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ USS എന്തായാലും നമുക്കറിയാം, USS എന്ന് പറയുന്നത് നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു എക്സാം ആണ്. സോ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് കോൺസെപ്റ്റുകളൊക്കെ അറിഞ്ഞിട്ടുണ്ടോ, മനസ്സിലായിട്ടുണ്ടോ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ ഒരു കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു വീഡിയോസിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ USSന് ചെയ്യാൻ പോകുന്ന ഒരുപാട് സ്ട്രാറ്റജീസുമായിട്ട് എങ്ങനെയാണ് നമ്മൾ USS നമ്മൾ ഇത്രയും ടൈം കൊണ്ട് നമ്മൾ കവർ ചെയ്യുക, എങ്ങനെയാണ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് വീഡിയോസും നിങ്ങൾക്ക് വരുന്നതാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ മുന്നോട്ടുള്ള പോക്ക്. കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സമയത്ത് നമ്മൾ അപ്ഡേറ്റ്സ് തരുന്നതാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പോവാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചുള്ളത്, വിച്ച് ഗ്രൂപ്പ് ഇൻഡിക്കേറ്റ് ദ ഹൈബ്രിഡൈസ്ഡ് ഗ്രൂപ്പ് ഓഫ് പാഡി? പാഡിയുടെ, അതായത് താഴെ പറയുന്നവയിൽ സങ്കര ഇനം നെല്ലിനങ്ങളുടെ കൂട്ടം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് അന്നപൂർണ, പവിത്ര, ജ്യോതി തന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഓപ്ഷൻസ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കാം. ഇനി നമുക്ക് ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ തന്നിട്ടുണ്ട്. ജ്യോതിക, ഭാഗ്യലക്ഷ്മി, മാലിക തന്നിട്ടുണ്ട്. സൽകീർത്തി, കിരൺ, അനാമിക ഇത് തന്നിട്ടുണ്ട്. സോ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഹൈബ്രിഡൈസ്ഡ് സീഡ്സ് അല്ലെങ്കിൽ സങ്കര ഇനം വിത്തുകളുടെ നെയിമുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. അപ്പം നിങ്ങൾക്ക് ഇതെന്ത് ചെയ്യാം, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അപ്പം ഈ ഒരു പാർട്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഇതിൽ കറക്റ്റായിട്ട് നമ്മൾ സങ്കര ഇനം വിത്തുകളുടെ നെയിമും ഏതൊക്കെ വെറൈറ്റി, ഏതൊക്കെ കാര്യത്തിൻ്റെ വെറൈറ്റികളാണ് അവരൊക്കെ കറക്റ്റായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇതൊന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള ആളെ നോക്കാം. നമുക്ക് പാഡിയുടെ വെറൈറ്റി ആണ് നോക്കേണ്ടത്. അപ്പോൾ പാഡിയുടെ വെറൈറ്റി നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ പവിത്ര, അന്നപൂർണ, ഹ്രസ്വ, ത്രിവേണി ഇങ്ങനെയുള്ളതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് അന്നപൂർണ വന്നിട്ടുള്ള ഏതെങ്കിലും ഓപ്ഷൻ വന്നിട്ടുണ്ട്, അന്നപൂർണ, പവിത്ര, ജ്യോതി ഇതൊക്കെ നമ്മുടെ പാഡിയുടെ വെറൈറ്റിയാണ്. അല്ലെങ്കിൽ നെല്ലിനങ്ങളുടെ അല്ലെങ്കിൽ നെല്ലിൻ്റെ സങ്കര ഇനം വിത്തുകളാണ് എന്ത്, അന്നപൂർണ, പവിത്ര, ജ്യോതി എന്നൊക്കെ പറയുന്നത്. സോ ഓപ്ഷൻ എ ആണ് എന്താ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം കേട്ടോ. ഓപ്ഷൻ എ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ വരിക. ഇനി ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ എന്നൊക്കെ പറയുന്നത് നമ്മളെ ചില്ലി അല്ലെങ്കിൽ നമ്മളെ മുളകിൻ്റെ വെറൈറ്റിയാണ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ജ്യോതിക, ഭാഗ്യലക്ഷ്മി, മാലിക, ജ്യോതിക, ഭാഗ്യലക്ഷ്മി, അതുപോലെ തന്നെ മാലിക ഇതൊക്കെ നമ്മളെ പയറിൻ്റെ അല്ലെങ്കിൽ പീയുടെ വെറൈറ്റി ആണെന്ന് നമുക്ക് ഈ ഒരു ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മൾ നോക്കാം സൽകീർത്തി, കിരൺ, അനാമിക. സൽകീർത്തി, കിരൺ, അനാമിക ഏതിൻ്റെ വെറൈറ്റിയാണ് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. സൽകീർത്തി, കിരൺ, അർക്ക, അതുപോലെ തന്നെ അനാമിക ഇതൊക്കെ വെണ്ടയുടെ അല്ലെങ്കിൽ ലേഡീസ് ഫിംഗറിൻ്റെ വെറൈറ്റിയാണ്. ഈ ഒരു ടേബിൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഈസിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ക്വസ്റ്റ്യൻസ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഈസിലി ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അന്നപൂർണ, പവിത്ര, ജ്യോതി ഇതൊക്കെ എന്താണ്, നെല്ലിനങ്ങളാണ് അല്ലെങ്കിൽ പാഡിയുടെ വെറൈറ്റീസ് ആണ്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുള്ളത് ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് അല്ലെങ്കിൽ താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലുപൊടി തന്നിട്ടുണ്ട്, കമ്പോസ്റ്റ് വളം തന്നിട്ടുണ്ട്, യൂറിയ, കോഴിക്കാഷ്ടം അല്ലെങ്കിൽ എല്ലുപൊടി, കമ്പോസ്റ്റ്, യൂറിയ, ചിക്കൻ മാനുവർ. അപ്പോൾ നമ്മൾ ഇതിൽ മനസ്സിലാക്കുന്ന സമയത്ത് എല്ലുപൊടി, കമ്പോസ്റ്റ് വളം, കോഴിക്കാഷ്ടം ഇതൊക്കെ എന്താണ്, ബയോ ഫെർട്ടിലൈസർ ആണ് അല്ലെങ്കിൽ ജൈവ വളങ്ങളാണ് അല്ലേ. ഇവർ 3 പേരും എന്താണ്, ബയോ ഫെർട്ടിലൈസർ ആണ് അല്ലെങ്കിൽ ജൈവ വളമാണ്. ബാക്കിയുള്ള ഒരാളാരാണ്, യൂറിയ ആണ്. യൂറിയ നമ്മൾ കൃത്രിമ വളമാണ് അല്ലെങ്കിൽ നമ്മളുടെ കെമിക്കൽ ഫെർട്ടിലൈസർ ആണ്. സോ ഇതിൽ ഓഡ് വൺ വരുന്നത് യൂറിയയാണ്. യൂറിയ എന്ന് പറയുന്നത് കൃത്രിമ വളമാണ് അല്ലെങ്കിൽ കെമിക്കൽ ഫെർട്ടിലൈസർ ആണ്. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ കൂട്ടത്തിൽ പെടാത്തത്. അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കണം, ബയോ ഫെർട്ടിലൈസർ എന്താണ്, അതുപോലെ തന്നെ നമ്മുടെ കെമിക്കൽ ഫെർട്ടിലൈസർ എന്താണ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസിലി നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് മിക്സഡ് ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ സമ്മിശ്ര വളപ്രയോഗം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ സമ്മിശ്ര വളങ്ങൾ അല്ലെങ്കിൽ സമ്മിശ്ര വളങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, അല്ലെങ്കിൽ മിക്സഡ് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ,
നമ്മൾ ബോത്ത് രണ്ടും യൂസ് ചെയ്യണം. ബയോ ഫെർട്ടിലൈസറും യൂസ് ചെയ്യണം, അതുപോലെ തന്നെ കെമിക്കൽ ഫെർട്ടിലൈസറും യൂസ് ചെയ്യുന്ന ടെക്നിക്കിനെയാണ് നമ്മൾ സമ്മിശ്ര വളപ്രയോഗം അല്ലെങ്കിൽ മിക്സഡ് ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കുന്നത്. സോ നമുക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഓൺലി യൂസിങ് ബയോ ഫെർട്ടിലൈസർ ആണോ അല്ലെങ്കിൽ ജൈവ വളങ്ങൾ മാത്രം ഉപയോഗിക്കുന്നതാണോ? അല്ല. ഇനി ബൈ യൂസിങ് മോർ ബയോ ഫെർട്ടിലൈസർ ആൻഡ് ലെസ് കെമിക്കൽ ഫെർട്ടിലൈസർ ഇത് വരാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ വരാൻ ചാൻസ് ഉണ്ട്, അതായത് ജൈവവളം കൂടുതലും രാസവളം കുറവും ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പം ഇതെന്താണ്, ഇത് വരാൻ ചാൻസ് ഉണ്ട്. രാസവളം കെമിക്കൽ ഫെർട്ടിലൈസർ കുറവും ജൈവവളം ബയോ ഫെർട്ടിലൈസർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇനി ഓൺലി യൂസ് കെമിക്കൽ ഫെർട്ടിലൈസർ, അതായത് രാസവളം മാത്രം ഉപയോഗിക്കുന്നതിന് നമ്മൾ വിളിക്കില്ല, സമ്മിശ്ര വളപ്രയോഗം എന്ന് വിളിക്കില്ല. സോ ഓപ്ഷൻ എയും അതുപോലെ തന്നെ ഓപ്ഷൻ സിയും റോങ് ആണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും റോങ് ആക്കി മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഓപ്ഷൻ ഡി നോക്കാം. നോ യൂസ് ഓഫ് എനി ഫെർട്ടിലൈസർ, അതായത് ഒരു വളവും ഉപയോഗിക്കാത്തതാണെന്ന് പറയുന്നത്. അതുമല്ല അല്ലെ, സമ്മിശ്ര വളപ്രയോഗം എന്ന് പറയുന്നത് രണ്ട് വളങ്ങളും ഉപയോഗിക്കുന്നതാണ്. സോ ഓപ്ഷൻ ബി ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഓപ്ഷൻ ബി ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ അറിയണം. എൻ എക്സാമ്പിൾ ഓഫ് മൈക്രോബിയൽ ഫെർട്ടിലൈസർ, അതായത് ജീവാണു വളത്തിന് ഉദാഹരണം എന്ത്? ജീവാണു എന്ന് പറഞ്ഞാൽ എന്താ? ഏതെങ്കിലും മൈക്രോബിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് സൂക്ഷ്മ ജീവികളെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും സൂക്ഷ്മ ജീവികൾ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. NPK എന്ന് പറയുന്നത് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം മിക്സറാണ്. ഇത് ഒരു കെമിക്കൽ ഫെർട്ടിലൈസർ ആണ്, അല്ലെങ്കിൽ നമ്മുടെ രാസവളങ്ങളാണ് കേട്ടോ. NPK എന്ന് പറയുന്നത് ഒരു രാസവളമാണ്, ഇത് ഒരു കെമിക്കൽ ഫെർട്ടിലൈസർ ആണ് കേട്ടോ. ഇറ്റ്സ് എ കെമിക്കൽ ഫെർട്ടിലൈസർ. ഇനി കൗഡങ് എന്ന് പറയുന്നത് ബയോ ഫെർട്ടിലൈസർ ആണ്. ബട്ട് അതിനകത്ത് എന്തില്ല, അതിനകത്ത് നമ്മൾ പറയുന്ന പോലെ ഈ ഒരു മൈക്രോബ്സ് ഒന്നും ഉണ്ടാവില്ല. മൈക്രോബ്സ് അല്ല അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം ചിക്കൻ മാനുവർ എന്ന് പറഞ്ഞാൽ കോഴിക്കാഷ്ടത്തിലും അതും നമ്മൾ ബയോ ഫെർട്ടിലൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ജൈവവളമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇനി സ്യൂഡോമോണാസ് എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയ ആണ്. ബാക്ടീരിയ എന്ത് ചെയ്യും, നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നമ്മളെ വളമായിട്ട് നമുക്ക് മാറാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബാക്ടീരിയ ആണ് സ്യൂഡോമോണാസ് എന്ന് പറയുന്നത്. സോ സ്യൂഡോമോണാസ് എന്ന് പറയുന്ന ആളാണ് ജീവാണുവളത്തിന് ഉദാഹരണമായിട്ട് വരാം, കാരണം അത് ഒരു സൂക്ഷ്മ ജീവിയാണ് കേട്ടോ, ബാക്ടീരിയ ആണ്. സ്യൂഡോമോണാസ് എന്ന് പറയുന്നത് ബാക്ടീരിയ ആണ്. സോ ആ ഒരു ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് ഈസിലി പറയാൻ പറ്റും നമ്മൾ ഓപ്ഷൻ ഡി ആയിരിക്കും ജീവാണുവളം അല്ലെങ്കിൽ നമ്മുടെ മൈക്രോബിയൽ ഫെർട്ടിലൈസറിന് ഉദാഹരണമായിട്ട് വരാം. ഓക്കെ, സോ ഓപ്ഷൻ ഡി ആണ് എന്താ നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇനി നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് പെസ്റ്റ് കൺട്രോളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ബയോളജിക്കലി യൂസ്ഡ് ഫ്രണ്ട്ലി അല്ലെങ്കിൽ ബയോളജിക്കലി ഫ്രണ്ട്ലി യൂസ്ഡ് പെസ്റ്റിസൈഡ് കൺട്രോൾഡ് ഇൻസെക്ടീസ്, അതായത് ജൈവ നിയന്ത്രണത്തിന് ഉപയോഗിക്കുന്ന മിത്ര കീടം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സിൽവർ കളേർഡ് ഫ്ലൈ തന്നിട്ടുണ്ട്, മോത്ത് തന്നിട്ടുണ്ട്, ലീവ് റോളർ തന്നിട്ടുണ്ട്, ലേഡി ബഗ് തന്നിട്ടുണ്ട്, വെള്ളീച്ച, അതുപോലെ തന്നെ ശലഭപ്പുഴു അല്ലെങ്കിൽ നമ്മൾ നിശാശലഭം എന്ന് പറയുന്ന ആളാണ് മോത്ത് എന്ന് പറയുന്നത്. ഇനി ഇലച്ചുരുട്ടിപ്പുഴു, ഇനി വട്ടച്ചാഴി. ഇതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലേഡി ബഗ് എന്ന് പറയുന്ന ഒരാളാണ് നമ്മൾ സേർട്ടൺ ആയിട്ടുള്ള ബീഡ്സിനെതിരെ, അതായത് സേർട്ടൺ ആയിട്ടുള്ള കീടങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന അല്ലെ, ലൈക്ക് അഫൈഡ്സ് എന്ന് പറയുന്ന കീടങ്ങൾക്കെതിരെ, അതായത് നെല്ലിന് മുകളിലുണ്ടാകുന്ന ഒരു പേൻ പോലെയുള്ള ഒരു ജീവികൾക്കെതിരെയൊക്കെ വർക്ക് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ വട്ടച്ചായി അല്ലെങ്കിൽ ലേഡി ബഗ് എന്ന് പറയുന്നത്. സോ മിത്രകീടം ഏതാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ബയോളജിക്കലി യൂസ്ഡ് ഫ്രണ്ട്ലി പെസ്റ്റ് കൺട്രോൾ മെത്തേഡ്, ഫ്രണ്ട്ലി ആയിട്ടുള്ള പെസ്റ്റ് കൺട്രോൾ മെത്തേഡ് എന്ന് പറയുന്നത് ലേഡി ബഗ് ആണ്. സോ ഓപ്ഷൻ ഡി ആണെന്ത് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ. അപ്പോൾ നമ്മൾ പറഞ്ഞുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ, നമ്മൾ പറഞ്ഞു ബയോ ഫെർട്ടിലൈസറിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ നമ്മൾ ബയോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പെസ്റ്റ് കൺട്രോൾ മെത്തേഡ് പറഞ്ഞു, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു പാർട്ടാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു പാർട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് ഈ പാർട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇനി നമ്മൾ അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സിറ്റുവേറ്റഡ് ഇൻ, അതായത് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം CPCRI സ്ഥിതി ചെയ്യുന്നത് ഏത് ഡിസ്ട്രിക്റ്റിലാണ് അല്ലെങ്കിൽ ഏത് ജില്ലയിലാണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പം ഇത് നമ്മളോട് ചോദിച്ചിട്ടുള്ള തോട്ടവിളയാണ് അല്ലേ. തോട്ടവിള കാസർഗോഡാണോ, കോട്ടയാണോ, ശ്രീകാര്യയാണോ, മണ്ണുത്തിയാണോ? ഇതൊക്കെ നമുക്കൊരു കൺഫ്യൂഷൻ വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. എവിടെയാണ്, കാസർഗോഡാണോ, കോട്ടയത്താണോ, ശ്രീകാര്യത്താണോ അല്ലെങ്കിൽ മണ്ണുത്തിയാണോ, നമുക്ക് കൺഫ്യൂഷൻ വരുന്നതാണ്.
ബട്ട് നമ്മൾ ഈ ഒരു ടേബിൾ നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഈ ഒരു ടേബിളിൽ കറക്റ്റായിട്ട് എവിടേക്കാണ് ഓരോ കാര്യങ്ങളും സ്ഥിതി ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇംഗ്ലീഷിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, മലയാളത്തിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ നമ്മളോട് സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. സോ ഈ ഒരാളെയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ അത് കാസർഗോഡാണുള്ളത്. ഇനി സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇനി സെൻട്രൽ ട്യൂബേഴ്സ് ക്രോപ്സ്, അതായത് കിഴങ്ങ് വിളയാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസിലി പറയാൻ പറ്റും അത് ശ്രീകാര്യത്താണ്, തിരുവനന്തപുരത്താണ്. ഇനി നമുക്ക് മണ്ണുത്തിയിലുള്ളത് എന്താണ്? നമ്മളെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയാണ്, കേരള കാർഷിക സർവകലാശാലയാണ് നമ്മൾ മണ്ണുത്തിയിലുള്ളത്. ഇനി നമുക്ക് വേറൊരു ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് നമുക്ക് കോട്ടയാണ് അല്ലേ. കോട്ടയത്തുള്ളത് ഏതാണ്? റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഇവിടെ മുകളിൽ കൊടുത്തിട്ടുള്ള റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ RRII എന്ന് പറയുന്ന സ്ഥാപനമാണ്, അല്ലെങ്കിൽ സർവകലാശാല അല്ലെങ്കിൽ റിസർച്ച് സെന്റർ ആണ് എന്താ നമ്മൾ കോട്ടയത്ത് സിറ്റുവേറ്റഡ് ആയിട്ടുള്ളത്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും, നമ്മളെ ക്വസ്റ്റ്യൻ പറഞ്ഞത് വെച്ച് നമുക്ക് ഈസിലി പറയാൻ പറ്റും ഓപ്ഷൻ എ കാസർഗോഡാണ് നമ്മളെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. സോ ഇതൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ നമ്മൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും? ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ ഇതാണ് നമ്മളെ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഇ ആണ് എന്താ നമ്മളെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് പാർട്ട് ഓഫ് ദ ജിഞ്ചർ ന്യൂ സാപ്ലിങ്സ് ആർ ഫോം? അതായത് ഇഞ്ചിയുടെ ഏത് ഭാഗത്ത് നിന്നാണ് പുതിയ സസ്യം ഉണ്ടാകുന്നത്? ഇഞ്ചി എന്ന് പറയുന്നത് എവിടെയാണ്? ഇഞ്ചി എന്ന് പറയുന്നത് മണ്ണിൻ്റെ അടിയിൽ നിന്നാണ് ഉണ്ടാവുക. ഇഞ്ചിയിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും ഇഞ്ചിൻ്റെ ഓരോ ഈ ഭാഗത്ത്, അതായത് മണ്ണിൻ്റെ അടിയിൽ ആ ഭാഗത്തിൽ നിന്നാണ് പുതിയ ഇലകൾ ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ പുതിയ ഇലകൾ ഉണ്ടാവുക എവിടെയാണ്? നമ്മൾ സാധാരണമായിട്ട് നമ്മുടെ ചെടികളിൽ പുതിയ ഇലകൾ എവിടെയാണ് ഉണ്ടാവുക? കാണ്ഡത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ സ്റ്റെമ്മിൽ നിന്നാണ്, റൈറ്റ്? ആ സ്റ്റെമ്മ് ആണെന്ത് താഴെയുള്ളത്. അതുകൊണ്ടല്ലേ സ്റ്റെമ്മിൽ നിന്ന് പുതിയ ലീവ്സ് കാര്യങ്ങളൊക്കെ അറൈസ് ചെയ്യുന്നത്. അതായത് ജിഞ്ചറിൻ്റെ ലീവ്സും കാര്യങ്ങളൊക്കെ അറൈസ് ചെയ്യുക, അല്ലെങ്കിൽ പുതിയ ഇലകളൊക്കെ വരുന്നത് ഈ ഒരു പാർട്ടിൽ നിന്നാണ്. ഈ ഒരു പാർട്ട് അപ്പം എന്തായിരിക്കും? ജിഞ്ചറിൻ്റെ അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആയിരിക്കും. അണ്ടർഗ്രൗണ്ടിലല്ല, അപ്പം അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മാണ്. സോ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിൽ നിന്നാണ് പുതിയ സസ്യങ്ങളൊക്കെ, ജിഞ്ചർ, ഒണിയന്, ഇങ്ങനെയുള്ള ടർമറിക്, അതായത് നമ്മൾ മഞ്ഞൾ, ഉള്ളി, ഇങ്ങനെയുള്ള നമ്മളുടെ ചെടികളിൽ നിന്നൊക്കെ പുതിയ ചെടികൾ ഉണ്ടാവുന്നത് ഈ ഒരു പാർട്ടിൽ നിന്നാണ്, അതായത് അവരുടെ അണ്ടർഗ്രൗണ്ടിലുള്ള സ്റ്റെം പാർട്ടിൽ നിന്നാണ്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും അണ്ടർഗ്രൗണ്ട് സ്റ്റെം അഥവാ ഭൂകാണ്ഡത്തിൽ നിന്നാണ് പുതിയ ചെടികൾ, നമ്മുടെ ഇഞ്ചി പോലെയുള്ള ചെടികളിൽ ഉണ്ടാവുന്നത്. ഇഞ്ചി, മഞ്ഞൾ, ഇങ്ങനെയുള്ള ചെടികളിലൊക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, നമ്മൾ ഒരുപാട് വെജിറ്റേറ്റീവ് അല്ലെങ്കിൽ കായിക പ്രത്യുൽപാദനത്തിൻ്റെ ഒരുപാട് ടെക്നിക്കുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ്റെ ഡിഫറെൻറ്റ് ടെക്നിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് റൂട്ട് സ്റ്റോക്ക് ഈസ്, അതായത് നമ്മൾ ഈ ഗ്രാഫ്റ്റിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. റൂട്ട് സ്റ്റോക്ക് എന്നത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഗ്രാഫ്റ്റിങ്ങിന് ഉപയോഗിക്കുന്ന 2 ചെടികളുണ്ട് അല്ലേ. ഗ്രാഫ്റ്റിങ്ങിന് നമ്മൾ 2 ചെടികൾ ഉപയോഗിക്കും. ഒന്ന് താഴെ നമ്മൾ പോട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ഉണ്ടാവും, അതിൻ്റെ ഈ ഒരു പാർട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി വേറൊരു പ്ലാന്റിൻ്റെ മുകളിലുള്ള പാർട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? കട്ട് ചെയ്തിട്ട് ഇതിനോട് ജോയിൻ ചെയ്യിപ്പിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു പാർട്ടിനാണ് നമ്മൾ റൂട്ട് സ്റ്റോക്ക് അല്ലെങ്കിൽ അണ്ടർ സ്റ്റോക്ക് എന്ന് വിളിക്കുന്നത്. ഇയാളെ നമ്മൾ സയൺ എന്ന് വിളിക്കും അല്ലേ. SCION, സയൺ എന്നാണ് നമ്മൾ അയാളെ വിളിക്കുക. ഓക്കെ, മുകളിലുള്ള ആളെ നമ്മൾ സയൺ എന്നാണ് വിളിക്കുക. താഴെയുള്ള ആളെ നമ്മൾ അണ്ടർഗ്രൗണ്ട് അല്ലെങ്കിൽ അണ്ടർ സ്റ്റോക്ക്, അല്ലെങ്കിൽ നമ്മൾ റൂട്ട് സ്റ്റോക്ക് എന്ന് വിളിക്കുന്ന ആളാണ്. സോ നമ്മൾ റൂട്ട് സ്റ്റോക്ക് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. സ്റ്റെം ഹാസ് സെലക്ടഡ് ഫോർ ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മളെ ഒട്ടിക്കുന്നതിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന കമ്പാണോ, അതിനെ നമ്മൾ സയൺ എന്നാണ് വിളിക്കുക അല്ലേ. സോ ഓപ്ഷൻ എ എന്താണ്? റോങ് ആണ്. ഇനി നമുക്ക് ദ പ്ലാന്റ് ദാറ്റ് ഹാസ് റൂട്ട് സെലക്ടഡ് ഫോർ ഗ്രാഫ്റ്റിങ്ങിനെ ഒട്ടിക്കുന്നതിനായി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മൾ റൂട്ട് സ്റ്റോക്ക് എന്ന് വിളിക്കുന്നത്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും ഓപ്ഷൻ ബി ആണ് നമ്മളെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ. ഇനി ദ സ്റ്റെം ഓഫ് ദ മദർ പ്ലാന്റ് സെലക്ടഡ് ഫോർ ലെയറിംഗ് ആണോ? ലെയറിംഗ് അല്ല, ഇത് ഗ്രാഫ്റ്റിങ്ങിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പതിവെക്കലിനല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ഒട്ടിക്കുന്നതിനാണ് ഈ സയണും റൂട്ട് സ്റ്റോക്കും യൂസ് ചെയ്യുന്നത്. ദ സ്റ്റെം വിത്ത് റൂട്ട് ആഫ്റ്റർ ലെയറിംഗ്, അതായത് റൂട്ട് വന്നിട്ടുള്ള പതിവെക്കലിന് ശേഷം, അല്ലെങ്കിൽ പതിവെച്ച ശേഷം വീര് മുളച്ച കമ്പാണോ? അല്ല, അതുമല്ല അല്ലേ. സോ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് സമയത്ത് നമ്മൾ എന്തോ മനസ്സിലാക്കണം, നമ്മൾ ലെയറിങ്ങും ഗ്രാഫ്റ്റിങ്ങും ബഡ്ഡിങ്, അല്ലെങ്കിൽ നമ്മുടെ പതിവെക്കലും, അതുപോലെ തന്നെ നമ്മൾ കമ്പൊട്ടിക്കൽ, മുകളമൊട്ടിക്കൽ, ഇതിൻ്റെയൊക്കെ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസിലി ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അത് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു പാർട്ടൊക്കെ എന്ത് ചെയ്യാൻ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മളോട് അടുത്തതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എപ്പികൾച്ചർ എന്ന് പറയുന്നത് എന്താണ്? മുയലിനെ വളർത്തുന്നതിനാണ്, അല്ലെങ്കിൽ റിയറിംഗ് റാബിറ്റ് ആണോ, അല്ലെങ്കിൽ റിയറിംഗ് ഫിഷസ് മത്സ്യകൃഷിയാണോ? അല്ല.
ഇനി റിയറിങ് ഹണി ബി ആണോ? റിയറിങ് ഹണി ബി ആണ്. ഓപ്ഷൻ സി ആണ്. തേനീച്ച വളർത്തുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? എപ്പി കൾച്ചർ എന്ന് വിളിക്കുക. കൾട്ടിവേഷൻ ഓഫ് മഷ്റൂം ആണോ? കൂൺ കൃഷിക്കാണോ? അല്ല, അതുമല്ല. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കൃഷികളുണ്ട്. അപ്പോൾ മഷ്റൂമിനെ കൾട്ടിവേറ്റ് ചെയ്യുന്നതാണ് മഷ്റൂം കൾച്ചർ എന്ന് വിളിക്കുക. ഇനി മുയലുകളിനെ കൾച്ചർ ചെയ്യുക, റിയറിങ് റാബിറ്റ്സ് ആണെങ്കിൽ ക്യൂണി കൾച്ചർ എന്നാണ് വിളിക്കുക. ഇനി എപ്പി കൾച്ചർ അല്ലെങ്കിൽ എപ്പി കൾച്ചർ എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ ഹണി ബീസിനെ റിയർ ചെയ്യുന്നതാണ്. ഫ്ലോറി കൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ പൂക്കളെ കൃഷി അല്ലെങ്കിൽ പുഷ്പ കൃഷിക്കാണ് ഫ്ലോറി കൾച്ചർ എന്ന് വിളിക്കുക. ഈ സെറി കൾച്ചർ എന്ന് പറഞ്ഞാൽ പട്ടുനൂൽ പുഴു അല്ലെങ്കിൽ സിൽക്ക് വേമിനെ റിയർ ചെയ്യുന്നതിനാണ് നമ്മൾ സെറി കൾച്ചർ എന്ന് വിളിക്കുക. ഇനി മത്സ്യകൃഷിയെയാണ് നമ്മൾ പിസി കൾച്ചർ എന്ന് വിളിക്കുക. ഇനി ലൈവ് സ്റ്റോക്ക് റിയറിംഗ് എന്ന് പറഞ്ഞാൽ കന്നുകാലികളെ വളർത്തുന്നതിന് അല്ലെങ്കിൽ റിയറിംഗ് കാറ്റിലിനെയാണ് വിളിക്കുക. ഇനി റിയറിംഗ് പൗൾട്രി അല്ലെങ്കിൽ നമ്മുടെ കോഴി കൃഷിക്കൊക്കെയാണ് നമ്മൾ പൗൾട്രി ഫാമിംഗ് എന്ന് വിളിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക നമുക്ക് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ ഒരു ടേബിൾ, ഈ ഒരു പിക്ചർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിട്ടുണ്ടാകും. ഈ ഒരു പിക്ചർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈസിലി എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് USSന് മാത്രമല്ല, നമ്മൾ മുന്നിലേക്കുള്ള ഒരുപാട് NMMS പോലെയുള്ള എക്സാംസിനൊക്കെ ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വിവിധ കൃഷി സംരംഭങ്ങൾ അല്ലെങ്കിൽ അതർ അഗ്രികൾച്ചർ സെക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ഇത് എന്ത് ചെയ്യാം, നമ്മൾ തീർച്ചയായും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും? ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തു, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. സോ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ എന്ത് ചെയ്യുക? നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക നിങ്ങളുടെ ആൻസർ ഏതാണെന്ന്. വാട്ട് കൈൻഡ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ഡസ് എ ഫാമർ who prefer organic farming practices in his farm? NPK ആണോ? കെമിക്കൽ ഫെർട്ടിലൈസർ ആണോ? കമ്പോസ്റ്റ് ഫെർട്ടിലൈസർ ആണോ? യൂറിയ ആണോ? അതായത് ജൈവ കൃഷി രീതി ഇഷ്ടപ്പെടുന്ന ഒരു കർഷകൻ തൻ്റെ കൃഷിയിടത്തിൽ ഏത് തരം വളപ്രയോഗമാണ് ചെയ്യേണ്ടത്? NPK വളമാണോ? രാസവളമാണോ? കമ്പോസ്റ്റ് വളമാണോ? യൂറിയ വളമാണോ? ഏതാണ് അയാൾ നൽകേണ്ടതെന്നാണ് നമ്മൾ പറയേണ്ടത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ആൻസർ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ പറയാം. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പാർട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കാണണം. അതുപോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ഒരു അഗ്രികൾച്ചർ റിസർച്ച് സെൻറ്റേഴ്സ്, അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ്, അതുപോലെ തന്നെ നമ്മൾ ബയോ ഫെർട്ടിലൈസറും കെമിക്കൽ ഫെർട്ടിലൈസറും തമ്മിലുള്ള ഡിഫറൻസ്, അതുപോലെ തന്നെ നമ്മൾ ലെയറിങ്, ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം നമ്മൾ പ്രോപ്പറായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈസിലി എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. സോ എല്ലാവരെയും നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു ചാമ്പ്യൻസ് ലീഗിലേക്ക് വെൽക്കം ചെയ്യാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇനിയുള്ള വീഡിയോസ് കൂടി കൃത്യമായിട്ട് നമുക്ക് ഒരുപാട് ദിവസങ്ങളുണ്ട്, കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും? ക്രാക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഒരു 1 minute 1 mark എന്ന് പറയുന്ന സീരീസ് വരാനുണ്ട്. നമുക്ക് ഒരുപാട് ലൈവ് ക്ലാസ്സുകൾ വരാനുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് വരാനുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ പറയാം. അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ചോദിക്കാവുന്നതാണ്, നമ്മൾ ആൻസർ തരുന്നതാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ട് വീണ്ടും കാണാം. സോ താങ്ക് യു ഓൾ.